ഞാനിത് സംഭവം ശ്രദ്ധിച്ചിട്ട് പോലില്ല കേട്ടാ. ഇതിന്റെ ബാക്കിൽ ഞാൻ സ്വിച്ച് ഒക്കെ ഇട്ടു. ഞാൻ വിചാരിച്ചു നീ ഇവിടെ എന്തോ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. ഞാൻ ഇപ്പൊ പല്ലിയേക്കാൻ പോകുമ്പോണ്ട് ഇവിടെ ഇങ്ങനെ ഐ ലവ് യു സൂ എന്നൊക്കെ എഴുതി വെച്ചിട്ട് സാധനങ്ങൾ. ഇത് നിന്റെ ഗിഫ്റ്റാ? ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. ഇവിടെ എന്റെ മുന്നിൽ ഇത്രയും സാധനങ്ങൾ ഞാൻ കണ്ടിട്ട് പോലുമില്ല. പൊളിക്കണമെന്നില്ല, ഇങ്ങനെ വെച്ചാ മതിയാ? പെട്ടി മാത്രമല്ല. അല്ല അങ്ങനെയല്ല, തുറന്നല്ലെങ്കിൽ. പക്ഷെ ഇത് ഇങ്ങനെ കിടക്കുന്നതാണ് നല്ല ഭംഗിയാണ്. എനിക്കിത് കളയണമെന്നില്ല. ഞാൻ വെച്ചാൽ നീ ഡിസൈൻ ആക്കി വെച്ചതായിരുന്നു. ഡോണ്ട് ആസ്ക് മീ ഫോർ അറ്റ്ലീസ്റ്റ് 3 days എന്ന് ഷഡ്ഡിയാ. നീ കഴിഞ്ഞ റീലിന് പകപോത്തതല്ലേ ഇത്? കാൽവിൻ കൈന്റെ ഷഡ്ഡി കിട്ടിയിട്ടുണ്ട്. കൊറേ ഉണ്ടല്ലോ. വിഷ് ഓൾ യുവർ ഡ്രീം കം ട്രൂ. ഐ എം വെരി ഹാപ്പി. എനിക്ക് നമുക്ക് ഒരുപാട് നല്ല സൗഹൃദങ്ങളും സുഹൃത്തുക്കളും ഉണ്ട് എന്നുള്ളത് ഇതുപോലെ ഓരോ വർഷവും പിറന്നാൾ വരുമ്പോഴും അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല മൊമെന്റ് വരുമ്പോഴും ഞാൻ ഓരോ തവണയും റിയലൈസ് ചെയ്യുന്നതാണ്. ഡോണ്ട് ആസ്ക് മീ ഫോർ അറ്റ്ലീസ്റ്റ് 1 week. എന്താ സോക്സ്? നീ ജീവിതത്തിൽ നിന്ന് ഓരോ ഏടുകളായിട്ട് അടർത്തിയെടുക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ലേ ഗിഫ്റ്റ് ആയിട്ട് തരേണ്ടത്. അപമാനിക്കാണോ ബേബി മോളെ? ഇതെല്ലാം നീ എപ്പോ പോയി വാങ്ങിയേ? അർമാദം. പക്ഷെ ഇത്രയും ഭംഗിയായിട്ട് വെച്ചിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല. സത്യത്തില് ഒരു ശ്രദ്ധയില്ലാത്തവരാണല്ലേ ഞാൻ. ഇതിൽ ഏതാണ് ഈ ബ്രാൻഡ്? ഞാൻ ഇതുവരെ ഇരുന്ന് കേട്ടിട്ട് പോലും ഇല്ല. നീ ഇത് എവിടുത്തെ ഇതൊക്കെ പോയി വാങ്ങിയ? തിയറി കാർഡിനാണ്. താങ്ക് യു സോ മച്ച്. ഇതോടെ തീർന്നു എന്ന് വിചാരിക്കുന്നു ഈ പറഞ്ഞാണ്. താങ്ക് യു. ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സ്, ഒരുപാട് സമ്മാനങ്ങള്, നല്ലൊരു പിറന്നാള്. എല്ലാ വർഷവും വയസ്സിങ്ങനെ കൂടി കൂടി പോവാന്നുള്ളത് മാത്രം വിഷമം. ഇന്നത്തെ പൈസ നിനക്കെന്തിന്റെ കേടായി? 800 റിയാലാ?